പ്രഗ്നൻസി പോസിറ്റീവ് ആയാൽ ഉടനെ ജോലി നിർത്തണോ, കോളേജിൽ പോകുന്നത് സ്റ്റോപ്പ് ചെയ്യണോ, അതേപോലെ വീട്ടുജോലികൾ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള സംശയങ്ങൾ ഒരുപാട് പേർക്ക് ഉള്ളതാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഫരീദ. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഗർഭകാലം എന്നത് ഒരു അസുഖമല്ല. നോർമൽ പ്രഗ്നൻസിയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ജോലിയും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓഫീസിലെ ജോലികളോ അതുപോലെ ലഘുവായ വീട്ടുജോലികളും ചെയ്യുന്നത് നിങ്ങളെ ശാരീരികമായും മാനസികമായും കൂടുതൽ കരുത്തരാക്കും. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മുമ്പ് 2 അതിൽ കൂടുതൽ പ്രാവശ്യമോ അബോർഷൻ സംഭവിച്ചിട്ടുള്ളവർ, അതുപോലെ ഈ പ്രഗ്നൻസിയിൽ എപ്പോഴെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടായിട്ടുള്ളവർ, അതുപോലെ തന്നെ പ്ലാസന്റെ താഴെ അല്ലെങ്കിൽ സെർവിക്സിന് നീളം കുറവ്, അതായത് സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ്, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉള്ളവര് കൂടുതൽ കുനിഞ്ഞു ജോലി ചെയ്യുന്നതും അതുപോലെ ഭാരം ഉയർത്തുന്നതും ഒക്കെ ഒഴിവാക്കേണ്ടതാണ്. നമ്മൾ എല്ലാ ജോലികളും ചെയ്യാം എന്ന് പറയുമ്പോഴും അധികം ഭാരമുള്ള സാധനങ്ങൾ എടുത്ത് പൊക്കാതിരിക്കുക, അതുപോലെ തുടർച്ചയായി വീണ്ടും വീണ്ടും കുനിയ എഴുന്നേൽക്കുക, ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പ്രഗ്നൻസിയിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും കുറവുകൾ വരുന്നുണ്ട്. അപ്പൊ ഇത് കാരണം നമ്മുടെ ബോഡിയിൽ ഈ വലിയ വെയിറ്റ് ഒക്കെ എടുത്ത് പൊക്കുമ്പോൾ പെട്ടെന്ന് നട്ടെല്ലിന് പരിക്ക് പറ്റാനും മസിൽ പെയിൻ വരാനും ഒക്കെയുള്ള റിസ്ക് കൂടുതലാണ്. അതുകൂടാതെ തലകറങ്ങി രക്തക്കുറവുള്ളവരുണ്ടാവും. ഇനി രക്തക്കുറവില്ലാത്തവരും BP-യിൽ വ്യതിയാനം വരുന്നവർ 4-മത്തെയോ 5-മത്തെയോ മാസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് BP കുറഞ്ഞു വരുന്ന ഒരു സമയമാണ്. ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ തുടർച്ചയായ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തലകറങ്ങി വീഴാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ജോലികൾ ചെയ്യുകയാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ജോലികൾക്കിടയിലാണെങ്കിലും പെട്ടെന്ന് ക്ഷീണം, ശ്വാസമുട്ട്, തലകറക്കം എന്തെങ്കിലും അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് നിർത്തി വിശ്രമിക്കുക. പിന്നെ ഇനി വീട്ടുജോലിയെ പറ്റി പറയുമ്പോൾ പ്രധാനമായും അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, അതിൽ വരുന്ന ഒരു സ്ട്രെസ്സാണ്. അതായത് ഈ ജോലി ഇപ്പൊ തീരുമോ, ജോലി എപ്പോഴാ തീരുക, അങ്ങനെയുള്ള ഈ ജോലി മൊത്തം ചെയ്ത് തീർക്കണമല്ലോ എന്നുള്ള ആ ഒരു സ്ട്രെസ് മിക്ക സ്ത്രീകളുടെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ കൂടെയുള്ളവരും കൂടെ മനസ്സിലാക്കി അതിന്റെ ഒപ്പം പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് നിങ്ങൾ ഒരിക്കലും ഭർത്താവിനോടും മക്കളോടും സഹായം ചോദിക്കാൻ മടിക്കരുത്. ദിവസവും കുറച്ചു നേരം 20-30 മിനിറ്റ് സ്ലോ ആയിട്ട് ശ്വാസം വലിച്ചു വിട്ട് നടക്കുന്നത് നല്ലതായിരിക്കും. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കണമെന്നൊന്നുമില്ല, എന്നാലും വീടിനകത്തോ വീടിന് ചുറ്റോ ഒരു 20-30 മിനിറ്റ് ഡെയിലി നടക്കുക. ഇത് നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും. ബ്രീത്തിങ് എക്സസൈസസും ലഘുവായ സ്ട്രെച്ചുകളും ചെയ്യുന്നതും മനസ്സിനും ശരീരത്തിനും നല്ലതാണ്. ഇത് ഇടുപ്പിലെ പേശികളെ അഥവാ പെൽവിക് മസിൽസിനെ ബലപ്പെടുത്താനും സഹായിക്കും. കൃത്യമായ ഇടവേളകളിൽ വിശ്രമിക്കാനും ധാരാളം വെള്ളം കുടിക്കാനും മറക്കരുത്.